ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഈ മക്കൾ നിൽപ്പാൻ ലഘുനായ എന്നെ ദൈവം സഹായിക്കുന്നതിനായിട്ട് ബലപ്പെടുത്തുന്നതിനായിട്ട് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും പിന്നെ അതിൻ്റെ 11-ാം വാക്യവും. സഭാപ്രസംഗി 660-ാമത്തെ പേജ് പുതിയ നിയമത്തിൽ. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും പിന്നെ അതിൻ്റെ 11-ാം വാക്യവും. 660-ാമത്തെ പേജ് പുതിയ നിയമത്തിൽ 660-ാമത്തെ പേജ്. 660-ാമത്തെ പേജ്. 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും പിന്നെ അതിൻ്റെ 11-ാം വാക്യവും. നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്. സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. കണ്ണുകളെ അടയ്ക്ക് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളെ വായിച്ച് കേട്ടല്ലോ. അതിന് മുമ്പ് ഞങ്ങളെല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്ന പിതാവേ, ഞങ്ങൾ കേൾക്കുന്ന വചനം ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കടന്നു പോകുന്നവരായിട്ടല്ല, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകൾ എഴുതുവാൻ, തിരുഹൃദപ്രകാരം ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളുടെ മധ്യത്തിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ ഇന്ന് രാവിലെ സമയം തുറക്കണമേ. സ്വർഗീയ സിംഹാസനം വിട്ട് അവിടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുള്ള കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വചനം പ്രസംഗിക്കുന്ന എളിയവൻ്റെ കുറവ് കേൾക്കുന്നവരുടെ മക്കളുടെ ആരെയുമെങ്കിലും തടസ്സമായിട്ട് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ കേൾപ്പിക്കുന്ന പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. സഭാപ്രസംഗി എന്നതിൻ്റെ അർത്ഥം തന്നെ പ്രഭാഷകൻ എന്നാണ്. നിഗൂഢതകൾ നിറഞ്ഞൊരു പുസ്തകമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. അതായത് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, മരണ ദിവസം ജനന ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന്. അതെങ്ങനെ ശരിയാകും? മാനുഷിക ബുദ്ധിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത സംഗതിയാണ്. വിലാപഭവനം എങ്ങനെ വിരുന്നു ഭവനത്തേക്കാൾ ഉത്തമമാകും? ഹല്ലേലൂയ. അതിനാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, നിഗൂഢതകൾ നിറഞ്ഞൊരു പുസ്തകമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. ചിരിയേക്കാൾ എങ്ങനെയാണ് വ്യസന മുഖം നന്നായിരിക്കുന്നത്? ഞാനും നിങ്ങളും സകല മനുഷ്യരും ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയുമുള്ള ഒരു ജീവിതമാണ്. എന്നാൽ സഭാപ്രസംഗിയുടെ പുസ്തകം നേരെ വിപരീതമായിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സകല മനുഷ്യരും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പല വിധത്തിൽ അവർ ഭാരപ്പെടുന്നത്. ചിലർ താണ വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്നു, ചിലർ ഒരു തുള്ളി വേർപ്പ് പോലും ഒഴുക്കാതെ ഇരുന്നുകൊണ്ട് കോടികൾ ഒരു ദിവസം കൊണ്ട് സമ്പാദിക്കുന്നു. ചില മനുഷ്യർ എത്ര കഷ്ടപ്പെട്ടിട്ടും തങ്ങളുടെ കുഞ്ഞുങ്ങളെയോ തങ്ങളുടെ കുടുംബത്തെയോ പോറ്റുവാൻ കഴിയാത്ത വിധത്തിലായിരിക്കുന്നു. ചിലർ സാമ്പത്തിക ഞെരുക്കത്താൽ സ്വന്തം വീട് പോലും പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചു വീട്ടുവാൻ പറ്റാതെ ആകുമ്പോൾ ഉണ്ടായിരുന്ന വീട് പോലും ബാങ്കുകാർ ജപ്തി ചെയ്യുന്നു. മനുഷ്യൻ്റെ ജീവിതം പല വിധത്തിലുള്ള കഷ്ടം നിറഞ്ഞതായി ലോകത്തിൽ. ഇതെല്ലാം പഠിച്ചിട്ടാണ് ശലോമൻ പറഞ്ഞത്, ഹാ മായ മായ, സകലതും മായ എന്ന്. ഞാനീ പറഞ്ഞ 2 വ്യത്യസ്ത കൂട്ടങ്ങളും അവസാനം ഒരേ വിധത്തിൽ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. കഷ്ടപ്പിന് കഷ്ടതയുടെ പ്രതിഫലം കിട്ടുന്നില്ല. എന്തുകൊണ്ടിത്? ഹല്ലേലൂയ. ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമുള്ളതാണ് മനുഷ്യന്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ ഭാഗങ്ങളാണ് ഈ സഭാപ്രസംഗി പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. എബ്രായ ഭാഷ പദമായ ഹേവൽ
അല്ലെങ്കിൽ ഹെബൽ അർത്ഥമാക്കുന്നത് മീനിങ്ലെസ് അഥവാ അർത്ഥമില്ലാത്തത് എന്നാണ്. ആമേൻ. മിയറസ്റ്റ് ബ്രീത്ത്, അതായത് വെറും ജീവശ്വാസം അല്ലെങ്കിൽ നേർത്ത ശ്വാസം. ഒരു കുഞ്ഞിൻ്റെ നേർത്ത ശ്വാസം എങ്ങനെ ആണോ അങ്ങനെയാണ് ഈ വാക്ക് സഭാപ്രസംഗി പുസ്തകത്തിൽ ഏകദേശം 38 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കാണുന്ന യഹോവയായ ദൈവം പൊടിയിൽ നിന്നും മനുഷ്യനെ ഉയർത്തിപ്പിച്ച് അവനെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ മുക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവനെ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഈ ലോകത്തിലെ ജീവിതവും അതിൻ്റെ ആകർഷണീയതയും വെറും ശ്വാസം മാത്രമാണ്. ലോകം മുഴുവൻ മായയാണ് എന്നുള്ളതാണ് സഭാപ്രസംഗി ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. സഭാപ്രസംഗിയുടെ ദർശനം അതാണ്. ഇത് നാം ചിന്തിച്ചാൽ സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ വെറും മായയാണ്. 70-80 വത്സരം നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിട്ട് അവസാനം നാം കഷ്ടപ്പെട്ടുണ്ടാക്കി സകലതും വെട്ടി ഭൂമിയിൽ നിന്ന് കടന്നു പോവുകയാണ്. ഒന്നും നാം കൊണ്ടുപോകുന്നില്ല ഇവിടെ നിന്ന്. ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന വിശ്വാസി പോലും ഇന്നും ഏറ്റവും ഉന്നതമായത് കരസ്ഥമാക്കുവാൻ ഓടുക ഈ ലോകത്തിൽ. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഹെവൽ എന്നാൽ ലക്ഷ്യമില്ലായ്മ അല്ലെങ്കിൽ മൗഢ്യം എന്നാണ് അർത്ഥമാക്കുന്നത്. സഭാപ്രസംഗിയുടെ ചിന്തയിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പും ചലനവും കാലഗതികളും എല്ലാം നേരിയ ശ്വാസം പോലെ മാത്രമാണ്. അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഏറിയാൽ 70-80 സംവത്സരം മാത്രം. ഈ ലോകത്തിൽ എത്രയോ മഹാന്മാർ, എത്ര വീര്യപ്രവൃത്തികൾ ചെയ്തവർ ഈ ലോകം വിട്ട് കടന്നുപോയി. പരീക്ഷ എഴുതുന്ന കുട്ടികൾ വല്ലതും ചരിത്ര പുസ്തകങ്ങളിൽ അത് വല്ലപ്പോഴും അത് പഠിച്ചില്ല, ഇല്ലെങ്കിൽ അതുമില്ല. ആരോർക്കുന്നവരെയൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, മായ മായ സകലതും മായ. ശലോമോൻ സകല വിധത്തിലും സമ്പന്നനായിരുന്നു. അരമനയും ഉദ്യാനവും ധനവും മാനവും വെപ്പാട്ടികളും അറിവും എല്ലാം ഉണ്ടായിരുന്നിട്ടും സന്തോഷത്തിൻ്റെ കാര്യത്തിലും സമാധാനത്തിൻ്റെ കാര്യത്തിലും ആ മനുഷ്യന് സന്തോഷം കണ്ടെത്തുവാൻ അല്ലെങ്കിൽ സംതൃപ്തി കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവയൊന്നും പൂർണ്ണമായ സന്തോഷം ശലോമോന് നൽകിയില്ല. നിർജീവ സാധനങ്ങൾക്കോ വസ്തുക്കൾക്കോ ജീവനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഈ സഭാപ്രസംഗി പുസ്തകത്തിലൂടെ നമ്മോട് പറയുകയാണ്, എന്ത് നമുക്ക് ഉണ്ടെന്നുള്ളതല്ല, നാം എന്താണ് എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്? എനിക്ക് കോടികൾ സമ്പാദിച്ച് ബാങ്കിലുണ്ടോ, അല്ലെങ്കിൽ 2 നില വീടുണ്ടോ, വില കൂടിയ കാറുണ്ടോ, നല്ല സൗന്ദര്യമുണ്ടോ, ആരോഗ്യമുണ്ടോ എന്നുള്ളതല്ല. എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ എങ്ങനെ കാണുന്നു, നിങ്ങളെ ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തത്വജ്ഞാനിയായ ശലോമോൻ എത്തിച്ചേരുന്ന നിഗമനം, ജീവിതത്തിൻ്റെ മഹത്വം എന്നത് ഇന്ന് പലരും വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർ വിലമതിക്കത്തക്ക ഒരു ജോലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകളോ ഒന്നുമല്ല. മറിച്ച് നന്നായിരിക്കുന്ന ഇടങ്ങളിൽ എളിമയും വിശ്വസ്തതയുമുള്ള ജീവിതം നയിക്കുക എന്നതാണ്. മറ്റുള്ളവർ നമ്മെ മാനിക്കത്തക്കൊണ്ടുള്ളൊരു സ്വഭാവത്തിൻ്റെ ഉടമയായിത്തീരുക എന്നുള്ളതാണ് ദൈവവും ലോകത്തിലെ മനുഷ്യരും എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ജീവിതം വളരെ വേഗതയേറിയതാണ്. ആർക്കും ഒന്നിനും സമയമില്ല. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെ ലക്ഷ്യങ്ങളിൽ നിന്നും തെറ്റി അകറ്റുന്നതും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതുമാകാൻ സാധ്യതയുണ്ട് ഒട്ടേറെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന ജീവിതത്തോടും അതിനോടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോടുമുള്ള സമീപനമാണ്, ഒരു യഥാർത്ഥ കാഴ്ചപ്പാടാണ് എനിക്കും നിങ്ങൾക്കും, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ഈ ലോകത്തിൽ ആവശ്യം. സഭാപ്രസംഗി 5:12 ഇങ്ങനെ കാണുന്നു, വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവൻ്റെ ഉറക്കം സുഖകരമാകും. ധനവാന്റെ സമൃദ്ധിയോ, അടുത്തൊന്ന് പറഞ്ഞേ, ധനവാന്റെ സമൃദ്ധിയോ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദിനംതോറും ദൈവം നമുക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും തന്നു നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.
ഹല്ലേലൂയ. നമ്മുടെ ഉറക്കം ശരിയായി തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുക. അതിൻ്റെ 9:9 കാണുന്നു, സൂര്യന് കീഴെ അവൻ നിനക്ക്, സഭാപ്രസംഗം 9:9 ഒന്ന് വായിച്ചേ. സൂര്യന് കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലമെല്ലാം സുഖിച്ചുകൊള്ളുക. അതല്ലോ ഈ ആയുസ്സിലും സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി. ഈ വാക്യത്തിലൂടെ 2 കാര്യങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ്. 1 വേല, 2 സ്നേഹം. ശലോമോൻ ശക്തമായ രാജ്യം കെട്ടിപ്പടുത്തുമെങ്കിലും നമ്മളെപ്പോലുള്ളൊരു മനുഷ്യൻ തന്നെ. അതുകൊണ്ട് തന്നെ സഭാപ്രസംഗി ഒരു മോഹഭംഗത്തിൻ്റെ പുസ്തകമായിട്ട് കൂടെ നമുക്കിതിനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സിംഹ എന്ന എബ്രായ പദം ഈ പുസ്തകത്തിൽ 17 പ്രാവശ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വാക്കിൻ്റെ അർത്ഥം സന്തോഷം, ആഹ്ലാദം എന്നാണ്. അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നാം കണ്ടെത്തുന്ന സന്തോഷം. ആവർത്തന പുസ്തകത്തിൽ പെരുന്നാളുകളുടെ സന്തോഷം വിവരിക്കുവാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നു. കൂട്ടുകാരോടും ബന്ധുക്കളോടും ചേർന്ന് അനുഭവിക്കുന്ന സന്തോഷം, നാം ആയിരിക്കുന്ന സഭയിലും നാം അനുഭവിക്കുന്ന സന്തോഷം, കൂട്ടായ്മയിൽ അനുഭവിക്കേണ്ടത് ഈ സന്തോഷമാണ്. ഹല്ലേലൂയ. സ്വാർത്ഥമായി ലോകത്തിൽ സ്വയത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഒരു മനുഷ്യനും ഒരിക്കലും സാധിക്കുകയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണും ഹൃദയവും തുറക്കുകയും ദൈവ സൃഷ്ടികളെ നാം അന്യോന്യം അറിയുകയും മറ്റുള്ളവരെ അനുഭവിക്കുകയും വേണം. അതുകൊണ്ട് സഭാപ്രസംഗി ദൈവിക ജ്ഞാനത്തിനായിട്ട് ഈ പുസ്തകത്തിൽ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. ആഫ്രിക്കയിൽ ഇങ്ങനെയൊരു പഴഞ്ചൊല്ലുണ്ട്, വേഗത്തിലുള്ള യാത്രയ്ക്ക് ഒറ്റയ്ക്ക് നടക്കണം, ദൂരെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരോട് കൂടെ നടക്കണം. സഭാപ്രസംഗി എല്ലാം മായ മായ എന്ന് പറയുന്നതിലൂടെ എല്ലാം അഴിഞ്ഞു പോകും എന്നാണ് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. നിത്യമായതിലേക്ക് നാം ശ്രദ്ധ വെക്കണമെന്നും അല്പകാലത്തേക്കുള്ള ഈ ലോകത്തിലെ സകലം നശിച്ചു പോവുകയും ചെയ്യും എന്നാണ് സഭാപ്രസംഗി നമ്മെ ഈ പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് നിത്യമായത്? ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റുപറഞ്ഞ് നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണുള്ള ഒരു ജീവിതം നാം നയിക്കണം. ആമേൻ. നിത്യസന്തോഷത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ നമ്മെ സഭാപ്രസംഗി ഈ പുസ്തകത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ചുരുങ്ങിയ നമ്മുടെ ഈ ലോക ജീവിതകാലത്ത് ധർമ്മം, സ്നേഹം, സാമൂഹിക ജീവിതം എന്നിവയിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, സഭാപ്രസംഗി പറയുന്നത് പോലുള്ള ജീവിതത്തിനായിട്ട് ദൈവകരങ്ങൾ നമ്മെ തന്നെ ഇന്ന് രാവിലെ സമയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പുസ്തകത്തിലെ സന്ദേശം തന്നെ സകലതും മായ എന്നുള്ളതാണ്. നിത്യമായതിനെ ആഗ്രഹിക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതാണ്. ഈ ലോകത്തിൽ നമുക്കുള്ള സകലതും മർത്യമായതാണ്, സകലതും അഴിഞ്ഞു പോകുന്ന തിരുവചനം പറയുന്നുണ്ട്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? ഈ ചോദ്യത്തിന് വളരെ കൃത്യമായ ഒരു മറുപടി നൽകുന്നതാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലെ പ്രതിപാദ്യങ്ങൾ. അത് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ സുവിശേഷത്തിൻ്റെ കാവൽക്കാരനായിരിക്കുന്നതിനെക്കുറിച്ചും 2-ാം അധ്യായത്തിൽ സുവിശേഷത്തിൻ്റെ കഷ്ടതകളെക്കുറിച്ചും 3-ാം അധ്യായത്തിൽ സുവിശേഷത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും 4-ാം അധ്യായത്തിൽ സുവിശേഷം പ്രസംഗിപ്പാൻ യോജിച്ച സമയത്തെക്കുറിച്ചും പ്രഖ്യാപിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വിപരീതമായ അനുഭവങ്ങൾ നമുക്ക് എപ്പോഴും നേരിടാം. ഒരു നഗ്ന സത്യമാണ്. ഒരു ഉത്തമ ജീവിതത്തിന് നാം അർഹരായി തീരണമെങ്കിൽ നാം സുവിശേഷത്തിൻ്റെ കാവൽക്കാരനായി തീരണം. അതിന് പരിശുദ്ധാത്മശക്തിയും
സഹനശക്തിയും ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവ് അതിനെപ്പോഴും എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ഒരു ഉത്തമ കാവൽക്കാരനായി നാം മാറുമ്പോൾ ഒരു ഉത്തമ ഇടയൻ്റെ സ്ഥാനമാണ് നാം വഹിക്കുന്നത്. ഇടയൻ്റെ ദൗത്യം എന്താ? മുന്നിൽ നിന്നുകൊണ്ട് ആടുകളെ നയിക്കുക എന്നുള്ളതാണ്. ഇത് 23-ാം സങ്കീർത്തനത്തിലും യിരെമ്യാവ് 23-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. കർത്താവ് തന്നെ പിൻപറ്റി എല്ലാവർക്കും മതിയായവനായിരുന്നു എന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യഥാർത്ഥ വിശ്വാസിയെ പിൻപറ്റുന്ന മറ്റുള്ളവർക്ക് നാം എല്ലാത്തിനും മതിയായവനായിത്തീരണം, അല്ലെങ്കിൽ മതിയായവളായിത്തീരണം. നാം ഓരോരുത്തരും ഓരോ ഇടയന്മാരായിത്തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യിരെമ്യാവ് 23:2 കാണുന്ന ഇടയന്മാരെ പോലെ നാം ആയിത്തീരരുത്. ആർദ്രത, മനസ്സലിവ് എന്നിവ കർത്താവിൻ്റെ മുഖമുദ്രയായിരുന്നല്ലോ. നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രത അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ പോലെയാണ്. നാം എവിടെ പോയാലും എങ്ങനെ പോയാലും കർത്താവിൻ്റെ ആർദ്രതയും സ്നേഹവും നമ്മെ കൈവിടുകയില്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അനുകൂലമായ സാഹചര്യത്തെക്കാൾ, അല്ലെങ്കിൽ അനുകൂലമായ അനുഭവങ്ങളെക്കാൾ പ്രതികൂലമായ സാഹചര്യങ്ങളും അനുഭവങ്ങളുമാണ് ഞാനും നിങ്ങളും പലപ്പോഴും നേരിടാറുള്ളത്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം നമ്മെ കരുതുന്നത് ഗർഭപാത്രത്തിൽ ഒരു അമ്മ കുഞ്ഞിനെ കരുതുന്നത് പോലെയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും അവസാനമില്ല. അതൊരിക്കലും മറ്റുപോകുകയില്ല, അതിന് എക്സ്പയറിയില്ല. കരുണയും മനസ്സലിവും നിറഞ്ഞ കർത്താവ് ആഴമായ സ്നേഹത്തിൻ്റെയും ഉറവിടമാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മശക്തി ആവസിക്കുന്ന ദൈവവചനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് ആരെന്ന് വെളിപ്പെടുത്തുന്ന 7 പ്രസ്താവനകൾ അത് വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. 2, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 3, ഞാൻ വാതിലാകുന്നു. 4, ഞാൻ ഇടയനാകുന്നു. 5, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 7, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇതിൽ 3-ാമത്തെ കാര്യമാണ് വാതിൽ. നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകളിൽ, എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ ഒരു രക്ഷകനായ കർത്താവ് എപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ അമേരിക്കയിൽ ആഭ്യന്തര കലാപവും പ്രതിസന്ധികൾ നേരിട്ട കാലഘട്ടത്തിൽ തൻ്റെ മുറിയിൽ അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം തൻ്റെ മുറിയുടെ വാതിലിലേക്ക് നോക്കുമായിരുന്നു. ആത്മാവിൽ ആ വാതിലിൽ രക്ഷകന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനായിരുന്നു അദ്ദേഹം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യാശ. ആ എബ്രഹാം ലിങ്കനെ പോലുള്ള പ്രത്യാശ ആത്മാവിൽ നാം ഏറ്റെടുത്തേ മതിയാകുകയുള്ളൂ. പാപം നിറഞ്ഞ ലോകത്തിൽ ജീവിപ്പാൻ അത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. മഹാത്മാഗാന്ധിയെയും മാർട്ടിൻ ലൂതർ കിങ്ങിനെയും മറ്റനേകം ലോക നേതാക്കളെയും സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഇതുപോലെ ലോകത്തെ സ്വാധീനിച്ച ഒരൊറ്റ വ്യക്തിയും ഇതുവരെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കുവാൻ പോകുന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2000 വർഷം അധികമായി ഏത് പ്രത്യയശാസ്ത്രത്തെയാണ് യേശു സ്വാധീനിക്കാഞ്ഞത്? വിദ്വേഷവും വെറുപ്പുമില്ലാത്ത സ്നേഹത്തിൻ്റെ ദർശനമാണ് നമ്മുടെ കർത്താവ് ലോകത്തിന് നൽകിയത്. ഇതിൽ പ്രത്യാശയുള്ളവരായി നിത്യതയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് രക്ഷകനായ യേശുവിനെ പിൻപറ്റുന്നവരായി തീരണം ഞാനും നിങ്ങളും. അതാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മെ കീഴ്പ്പെടുത്തിയാലും നമുക്ക് ചാരി നിൽക്കുവാൻ, നമുക്ക് ആശ്വസിക്കുവാൻ ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം ഹൃദയത്തിൽ ഏറ്റെടുത്താട്ട് ഇന്ന് രാവിലെ സമയം പ്രിയ ദൈവജനമേ, കുടുംബജീവിതത്തിൽ ഭാരപ്പെടുന്ന സഹോദര സഹോദരി, സാമ്പത്തിക ഞെരുക്കത്താൽ ഭാരപ്പെടുന്ന സഹോദര സഹോദരി, രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയ സഹോദര സഹോദരി, തലമുറകളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയ സഹോദര സഹോദരി, നമുക്ക് ചാരി നിൽക്കുവാൻ ഒരു പാറയുണ്ട്, നമുക്ക് ആശ്വസിക്കാൻ ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അഗസ്റ്റസ് ടോപ്പ് ലേഡി എന്ന മനുഷ്യൻ, എന്ന ഭക്തനായ വ്യക്തി, ഒരിക്കൽ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. നടന്നു പോയപ്പോൾ
വലിയൊരു കൊടുങ്കാറ്റിൽ അദ്ദേഹം അകപ്പെട്ടു. അദ്ദേഹം ഓടി തൊട്ടടുത്തുള്ള വലിയൊരു പാറയുടെ മറവിലേക്ക് ഓടി അതിൽ ചാരി നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ രക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹം എഴുതിയ മനോഹരമായ പാട്ടാണ് പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. തീയമ്പുകൾ ശത്രു എഴുതിടുമ്പോൾ തൻ ചിറകിനിഴലിൽ അഭയം തരും. ഇങ്ങനെ പോകുന്നു ആ മനോഹരമായ പാട്ടിൻ്റെ വരികൾ. ഏതാ മനോഹരമായ പാറ? ഏകദേശം 2000 ചിലവാനും വർഷത്തിന് മുമ്പ് ക്രൂരന്മാരായ റോമൻ പടിയാളുടെ ചാട്ടവാറും കുന്തവും കൊണ്ട് വലിച്ചു കീറപ്പെട്ട ആ വിശുദ്ധ ശരീരം അവസാനം അത്രയും മുറിവേൽപ്പിച്ചിട്ട് കാൽവരി മലയുടെ മുകളിൽ പൈൻ മരക്കുരിശിന്മേൽ 3 നാണികളിൽ മേൽ തൂക്കപ്പെട്ട ആ കർത്താവ് യേശു ക്രിസ്തുവാകുന്നു ആ പാറ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസെ നീ പാറയാകുന്നു. അടുത്തത് കർത്താവ് പറഞ്ഞു, നെഞ്ചത്ത് കൈവച്ചോണ്ട ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയുള്ളവരായ ജീവിതത്തിൽ യേശുവിനെ പിൻപറ്റുന്നവരായി സ്നേഹത്തോടെ പാപത്തോടെ പ്രാണത്യാഗത്തോടെ പോരാടി പ്രാർത്ഥനയിലൂടെ ദൈവസനിലേക്ക് കടന്നു വന്നാട്ട് ദൈവം നിങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരം മറ്റുമില്ലാതിൻ്റെ വചനം ദൈവം തന്ന വചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരെയും വലിയ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ലോകത്തിലുള്ളതൊക്കെ മായ. ഞങ്ങൾ എവിടെയെങ്കിലും കർത്താവിനെ സ്വർഗത്തിലെ ഈ സൂര്യന്റെ കീഴിൽ ഞങ്ങൾക്ക് മായ അല്ലാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ ജ്ഞാനം. ഞങ്ങളെ ദൈവത്തിന്റെ ജ്ഞാനികളായി തീർന്നാൽ അത് കർത്താവെ fear of God is the beginning of wisdom. കർത്താവെ അങ്ങേ അറിയുക ഞങ്ങളുടെ ജ്ഞാനത്തിന്റെ ആരംഭമായി തീരുമ്പോൾ കർത്താവെ ഈ മായയുള്ള ലോകത്തെ അതിനെ സബ്സ്റ്റൻസ് ആക്കി തീർക്കാൻ, അതിനെ ഉറപ്പായിട്ട് അതിനകത്തോട് ഉറപ്പ് തരാൻ പ്രിയ കർത്താവെ അതിന്റെ ഒരു ഉദ്ദേശം ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾക്ക് തരാൻ ദൈവത്തെ അറിയുമ്പോൾ ദൈവം അത് കാണിച്ചു തരുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അത് ആ കർത്താവെ അങ്ങേ അറിയുന്ന അറിവ് പറയുന്നത് ചെയ്യുന്നതും അങ്ങ് ഞങ്ങളെ കൊണ്ട് എന്തോ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചെയ്തു തീർക്കുന്നത് ആണല്ലോ ഞങ്ങളുടെ ലോകത്തിലെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ബാക്കിയൊക്കെ മായയായി തീർമ്പോൾ ദൈവത്തിന്റെ ഹിതം ചെയ്യുമ്പോൾ കർത്താവെ അത് നിത്യതയിലേക്ക് അത് കൊണ്ടുപോകുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കും. ബാക്കിയൊക്കെയും നിലനിൽക്കത്തില്ലല്ലോ കർത്താവെ. അതുകൊണ്ട് കർത്താവെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനും കൂടെ അത് സ്വർഗത്തിൽ കണക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ദൈവം ഞങ്ങൾ ജ്ഞാനമുള്ളവരായിട്ട് ദൈവഭക്തിയുള്ളവരായിട്ട് ദൈവം പറയുന്നത് കേട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ചുരുങ്ങിയ ജീവിതം കർത്താവെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് കർത്താവ് അങ്ങ് പറഞ്ഞിരിക്കുന്ന ഞാൻ ലോകം കൊടുക്കുന്ന സമാധാനമല്ല, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. ആ സമാധാനം മാറ്റമില്ലാത്ത സമാധാനമാണ്, അത് നിലനിൽക്കുന്ന സമാധാനമാണ്. കൊടുങ്കാറ്റ് വന്നപ്പോൾ കർത്താവെ ആ പാറയുടെ ഇടയിൽ കയറി കർത്താവെ അഭയം പ്രാപിച്ച ആ വ്യക്തിയെ പോലെ കർത്താവെ യേശു കർത്താവ് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വിളർക്കപ്പെട്ട പാറയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുമ്പോൾ ആ രീതിയിലെ കർത്താവെ ഞങ്ങളെ ആ രീതിയിലേക്ക് നയിക്കാൻ വേണ്ടി സ്തുതിക്കുന്നു. തുടർന്ന് ഞങ്ങൾ ആ ഉറപ്പുള്ള പാതയിൽ തന്നെ ഞങ്ങൾ ശരണം പ്രാപിച്ചു ഞങ്ങളുടെ ജീവിത യാത്രയെ കർത്താവെ അർത്ഥവത്തമായിട്ട് ആക്കി തീർക്കാൻ ദൈവമായ കർത്താവെ അതിനാണല്ലോ ഞങ്ങൾ വിളിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്.
ആ രീതിയിലുള്ള സാക്ഷ്യമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് മാത്രമല്ല, അങ്ങേ മനസ്സിലാകാതെ ഞങ്ങളുടെ ചുറ്റിലിരിക്കുന്ന പ്രിയപ്പെട്ടവരും ചുറ്റിലിരിക്കുമ്പോൾ അവരെ കൂടെ കർത്താവെ വലിയ പ്രത്യാശയിലേക്ക് കർത്താവെ ഞങ്ങളെ നയിക്കാനാണല്ലോ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഞങ്ങളെ ഒരു വെളിച്ചമായിട്ടും ഉപ്പായിട്ടും അതിന്റെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. അതങ്ങ് നിറവേറ്റണമേ. സഭയായിട്ട് ഞങ്ങളെയും അങ്ങനെ തന്നെ താഴ്ത്തി പറയാൻ ഞങ്ങൾക്ക് ഇന്ന കാലം രാവിലെ സമയം തന്ന ആരാധന സമയത്തിന് വേണ്ടി സ്തുതിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തന്നെ കർത്താവ് പരിശുദ്ധാത്മാവുടെ ശക്തിയെ ഞങ്ങൾക്ക് ആരാധിക്കാൻ തന്നെ അവസരത്തിലും ഭാഗ്യത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിത്യനിയതമായിട്ട് അങ്ങേ ആരാധിക്കാൻ പോകുന്ന ഒരു സമയം ഞങ്ങൾക്ക് വരാൻ പോകുന്നത് അത് ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞങ്ങളുടെ ഈ ജീവിതം വളരെ താൽപര്യമാണ്. ഒരു നിത്യ ജീവൻ ഞങ്ങൾക്ക് മുന്നിൽ അങ്ങ് വെച്ചിരിക്കുന്നതിന് വേണ്ടി സ്തോത്രം. ആ നിത്യ പ്രത്യാശയ്ക്ക് വേണ്ടി സ്തോത്രം. സ്വർഗത്തിലെ പിതാവിനെ ഞങ്ങൾ നേരിട്ട് കാണാൻ പോകുന്ന ഒരു അവസരത്തിന് വേണ്ടി സ്തോത്രം. താങ്ക് യു ലോർഡ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്തോത്രം. പുത്രൻ നൽകിയതിനു വേണ്ടി സ്തുതിക്കുന്നു. മഹത്വം എടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും സഹവാസവും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കേട്ട വചനങ്ങളുടെ മേലും